ട്രിപ്പുമായിട്ട് ദുബായിൽ എത്തിയിട്ട് മരുഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ എങ്ങനെ ഇവിടെ ഒക്കെ പൊടി നോക്ക്. ഞങ്ങൾ ജബൽ അലിയിലുള്ള നമ്മളെ ടെറസ് സോളിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഏരിയയിലേക്ക് വന്നാണ് കേട്ടോ. ദുബായിൽ തന്നെയുള്ള ഒരു ഡെസേർട്ട് ഏരിയ, കുറച്ച് ഉള്ളോട്ട് പോകണം. അബുദാബി ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ഒരു ഡെസേർട്ട് ഏരിയ. കണ്ടില്ല എന്തൊരു ഭംഗിയായിട്ടാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. നൈറ്റ് ആയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ കൂടെ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡെസേർട്ട് ഏരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ. ഫുള്ള് ലൈറ്റ്സും ഓരോരോ ഭാഗങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നെ പാർട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പാർട്ടി മൂഡിലാണ് വന്നത്. പക്ഷേ തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഞാൻ ദുബായിൽ എത്തിയിട്ട് ഇങ്ങനെ ഇത്രയും തണുപ്പ് അനുഭവിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. ഭയങ്കര തണുപ്പായിരുന്നു. കിടുകിടകിടാ വിറച്ചുകൊണ്ടാണ് ഞാൻ നടന്നത്. കാരണം അത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തണുപ്പ് കുറച്ച് സീനായിരുന്നു. പക്ഷേ വ്യൂ കാണുന്നുണ്ടോയെന്നറിയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ പാർട്ടി മൂഡ് ഓണാക്കി. ഞാൻ പിന്നെ പാട്ട് കേട്ടാൽ തുള്ളും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ തുള്ളൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ എന്താണെന്നറിയില്ല, പാട്ട് കേട്ടാൽ ഞാൻ എന്നെ അറിയുന്നവർക്കറിയാം, എവിടെ നിന്നായാലും ഞാൻ തുള്ളിപ്പോവും. ആ ടെനി കോസ്റ്റ് അവിടെ ആരും ആൾക്കാർ എത്തി തുടങ്ങുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്. 8 മണിക്കാണ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കറക്റ്റ് 8 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തി. അതാണ് പ്രശ്നമായത്. 8 മണിക്ക് എത്തിയപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് ശേഷമാണ് എല്ലാവരും ഒന്ന് ആ സ്പേസ് ഒന്ന് ഓണായി തുടങ്ങിയത്. അതുവരെ ഇങ്ങനെ ചെറിയ ചെറിയ മ്യൂസിക്കൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളായിരുന്നു. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോയത് ഇതുവരെ പോയിട്ടുള്ളതൊക്കെ ഒരു സൗത്ത് ഇന്ത്യൻ മൂഡ് അല്ലെങ്കിൽ ബോളിവുഡ് സ്റ്റൈൽ പാർട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഒരുപാട് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വെസ്റ്റേൺ കൾച്ചർ സോങ്സാണ് കൂടുതലുള്ളത്. അവർക്ക് പറ്റിയ പാട്ടുകൾ. നമുക്ക് ഈ ഡപ്പാങ്കൂത്ത് സ്റ്റൈലൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ച് തുടങ്ങി. പക്ഷെ പരിപാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ എൻ്റെ അമ്മേ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർബായിരുന്നു. ഈ കിടന്ന് തുള്ളുന്ന ചേട്ടനില്ലേ, ഈ ചേട്ടൻ്റെ തുള്ളൽ മാത്രമൊന്നുമില്ല. കാരണം ഇവരെന്ന് പറയുന്നത് ഇവരുടെ സ്റ്റൈലിൽ ഇങ്ങനെ ആ സാധനമില്ലേ, അത് മാത്രമേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കൂടുതലായിട്ടുള്ള വലിയ വെറൈറ്റി ഇങ്ങനെ ഒന്ന് ഡൗൺ ആവുന്നു, പിന്നെയും സൗണ്ടിൽ വെക്കുന്നു, പിന്നെയും ഒന്ന് ഡൗൺ ആവുന്നു, പിന്നെയും സൗണ്ടിൽ വെക്കുന്നു. ഇത് തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കത് എനിക്കറിയില്ല, ഞങ്ങളെപ്പോലെ കുറച്ച് മലയാളികൾ വേറെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാം സത്യം പറഞ്ഞാൽ വെസ്റ്റേൺ ആൾക്കാരായിരുന്നു കൂടുതലും. അപ്പോൾ ആ മലയാളികൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇങ്ങനെ വായി നോക്കിയിരിക്കുകയായിരുന്നു, എന്താ ഇപ്പം ഇതിനൊക്കെ തുള്ളുക എന്നുള്ള രീതിയിൽ ഞങ്ങളെ മാതിരി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അവനെ ഞാൻ കുറേ ഇറിറ്റേറ്റ് ചെയ്തു. ആസ് യൂഷ്വൽ എനിക്കിതൊക്കെ തന്നെയാണല്ലോ പരിപാടി. പിന്നെ എൻ്റെ കൂടെ പിന്നെ ഗോപുവിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അവരെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ തുള്ളുന്ന തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരിൽ ആരൊക്കെ എടുത്ത വീഡിയോസ് അതിന് വെച്ചിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ സൂപ്പർ പരിപാടിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെയിൻലി പറയാനുള്ളത് ഇവിടുത്തെ ആ ഒരു സെറ്റപ്പാണ്. ഈ ഒരു ഏരിയയിൽ ടെറാസ് സോളീസിൻ്റെ അയ്യോ ഒന്നും പറയാനില്ല. ലൈറ്റിങ്ങും കാര്യങ്ങളും ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ലൈറ്റിങ്ങൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആക്ച്വലി ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോകുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 1:30 ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. കാരണം അത്ര സമയമൊക്കെ എനിക്ക് ഈ മ്യൂസിക് എനിക്ക് തുള്ളാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താന്ന് പറയുക, ഈ സെയിം സോങ് അല്ലെങ്കിൽ വെസ്റ്റേൺ സോങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു പരിചയമില്ലാത്ത മ്യൂസിക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സെയിം സ്റ്റെപ്പനിട്ട് ബാക്കിയുള്ള സത്യം പറഞ്ഞാൽ വെസ്റ്റേൺ നമ്മളെ ആൾക്കാരൊക്കെ ഫോറിനേഴ്സൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രസത്തിന് ഇങ്ങനെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെറിയ മൂവ്മെൻറ്റ്സ് സെറ്റാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നും മ്യൂസിക് പൊന്തുമ്പോൾ ഇതേപോലെ തുള്ളും, പിന്നെയും കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. സത്യം പറഞ്ഞാൽ അല്ലാണ്ട് നമ്മളെ ഈ ബോളിവുഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇതിൻ്റെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അത് തീരുന്നത് വരെ തുള്ളാറുണ്ട്. തീരുന്നത് വരെ എന്ന് പറഞ്ഞാൽ എൻ്റർലി ആ ഷോ തീരുന്നത് വരെ ഞാൻ തുള്ളും. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്തൊരു ഭംഗിയായിട്ടാണോ എന്നറിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ലൈറ്റിംഗ് ഒക്കെ എന്താ പറയുക, അത്രയും പൊളിയാണ്. പിന്നെ മ്യൂസിക് സൗണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. എന്തായാലും പാർട്ടി അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പാർട്ടിയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറയുന്ന പോലെ എൻ്റെ ഒരു മ്യൂസിക് ടേസ്റ്റ് അല്ലായിരുന്നു അത്. ഈവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെയും മ്യൂസിക് ടേസ്റ്റ് അല്ലായിരുന്നു. അവരും പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ. പക്ഷേ ലൈറ്റും കാര്യങ്ങളും സൗണ്ടും കാണോ ഇത് കണ്ടോ,
ഇതൊക്കെ അവിടെ നിന്ന് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ആ ലൈറ്റ് നമ്മളെ എൻ്റയർലി മൂഡ് തന്നെ ചേഞ്ച് ചെയ്യും. ആ ലൈറ്റ്സിൻ്റെ എഫക്ട്സൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. പക്ഷേ ലൈക്ക് ബാക്കി എൻജോയ് ചെയ്തു. പക്ഷേ ഗോപുവും എൻ്റെ ഫ്രണ്ടും സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ 7:30 തിരിച്ചെത്തി. അവർ അത്രയും നേരം അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഹാറ്റ്സ് ഓഫ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ പാർട്ടി വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.